എല്ലാ വാഴകളെയും ശ്രദ്ധിക്കുക. ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അതൊന്ന് പറയാം. മിക്കവാറും 80-90% ഉള്ള വാഴകളൊക്കെ കൊലച്ചിരിക്കുന്നത് വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാണ്, അത് തെക്കോട്ടായിരിക്കും. ഈ പുഴു എങ്ങനെ മാങ്ങയുടെ അകത്ത് കയറിയത്? ഏറ്റവും നല്ല മധുരമുള്ള മാങ്ങയുടെ പൂവ് കണ്ടുപിടിച്ചിട്ട് അവിടെ ചിത്രശലഭം പോയിട്ട് മുട്ടയിടുന്നത്, ഈ മുട്ട 6 മാസം കഴിഞ്ഞാൽ മാങ്ങയാവുമെന്നും അത് പഴുക്കുമെന്നും അപ്പോൾ അതിൽ നിന്ന് പുഴു വരുമെന്നും ആ പുഴു മുട്ട പൂപ്പ ലാർവ ആയി പിന്നെ അത് പൂമ്പാറ്റയായിട്ട് പോകാൻ പറ്റുമെന്നുള്ള ബോധം ആ ജീവിക്ക് ഏത് ഭഗവാനാ കൊടുത്തത്? സാധാരണ മുട്ട നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലൊരു ഭാഗം എയർ ലെയർ കണ്ടിട്ടുണ്ടോ? അതെന്തിനാ എയർ ലെയർ? ആ മുട്ട വിരിഞ്ഞു വരുന്ന സമയത്ത് കോഴിക്കുഞ്ഞിന് ചിറക് പുറത്തേക്ക് തട്ടി വരുമ്പോ തോട് പൊട്ടിക്കാനുള്ള എനർജി ഉണ്ടാവണമെങ്കിൽ ആ എയർ വലിച്ചിട്ട് പൊട്ടിക്കുമ്പോഴേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എയർ അതിനകത്ത് വെക്കണമെന്ന് ഏത് ബ്രഹ്മാവാണ് മുട്ടക്ക് പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ മുട്ടയിൽ ഉണ്ടാക്കി കൊടുത്തത്? 8 കാലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടില്ലേ, വല, അത് അതിന്റെ മരിച്ചു പോകുന്ന സമയത്ത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഭാഗം കാണാം ചിലയിടത്തൊക്കെ. അത് അരച്ചിട്ടുണ്ടാക്കുന്ന ചില മെഡിസിൻസ് ആണ് കണ്ണിൽ ഉറ്റിക്കുന്നത്. ഇത് എക്സ്പെരിമെന്റൽ ആവുമോ? അങ്ങനെയാണ് ലോകത്ത് എന്തൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണം ഒരാളുടെ കണ്ണിൽ ഉറ്റിച്ചിട്ട്? ഇൻഡ്യൂഷനാണ്. നമ്മളിപ്പോ ഇൻഡ്യൂഷനാണ് പറയണേ. അത് വലിയൊരു ഇൻഡ്യൂഷനാണ് ഒരാളുടെ. നമ്മുടെ നാട്ടുകാരനാണ് പയ്യുടെ വാല്യൂ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ അറിയ പോലും ഇല്ലല്ലോ. അത് കണ്ടുപിടിച്ചത് കൊച്ചിയിൽ ഇത്രയും ദൂരമില്ല, ഇരിങ്ങാലക്കുടയിലെ സംഗമഗ്രാമ മാധവനാണ്. ഭാരതത്തിൽ എത്ര പേർക്കറിയാതെ? അയാൾക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൺ. പലരും കോട്ടിയെന്ന് പോളോ കൊയ്ലോനാണ്. പോളോ കൊയ്ലോ ജനിക്കുന്നതിനും കുറെ കാലം മുമ്പാണല്ലോ സ്വാമി വിവേകാനന്ദൻ. അടുത്ത കാലത്ത് ഏതോ പ്രഭാഷണത്തിൽ പോളോ കൊയ്ലോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ വിവേകാനന്ദൻ വായിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇലഞ്ഞി, എറണാകുളം. ഇല്യൂഷൻ ആൻഡ് ഇൻഡ്യൂഷൻ, ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്യൂഷൻ ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഈ ഇല്യൂഷനും ഇൻഡ്യൂഷനും. ഇല്യൂഷൻ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രേരണയിൽ നിന്നുണ്ടാവുന്ന തോന്നലുകളാണ്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ആത്മീയമായ, ബുദ്ധിപരമായ, മച്വേർഡ് ആയിട്ടുള്ള ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. ഒന്നുകൂടെ ക്ലാരിറ്റി. കുറച്ചും കൂടി മച്വേർഡ് ആയിട്ടുള്ളതാണ് ഇൻഡ്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറയുന്നത് തോന്നലുകളാണ്, സൂപ്പർഫിഷ്യലാണ്, ക്ലാരിറ്റി ഇല്ലാത്ത സംഭവമാണ്. ഇല്യൂഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു ചിന്ത, ഭ്രമം എന്നൊക്കെ പറയും നമ്മൾ. ഭ്രമിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഭ്രമമാണ്. ഒന്ന് കണ്ട് നമ്മൾ ഭയപ്പെടുക, അത് ഇല്യൂഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു കയറ് കാണുമ്പോൾ അത് പാമ്പാണെന്ന് തോന്നുന്ന ഇല്യൂഷനാണ്, ഭ്രമമാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അറിവുള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തോന്നലുകൾ, ഈ രണ്ടും തോന്നലുകളായതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ആ തോന്നലുകളാണ് ഇൻഡ്യൂഷൻ. ഒന്നില്ലാത്തതാണോ? ഇല്യൂഷനും ഇല്ലാത്തതാണ്, ഇൻഡ്യൂഷനും ഇല്ലാത്തതായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. എവിടെയാണ് നടക്കണം, എപ്പോഴാണ് നടക്കണമെന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി ഉള്ളവർ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഈ നമ്മുടെ ഇൻറ്റ്യൂഷനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാനൊക്കെ പറയാറുണ്ടല്ലോ. അതെ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പാമ്പാണെന്ന് തോന്നുന്ന കയറിനെ കാണുമ്പോൾ അത് ഇല്യൂഷനാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പാമ്പാണെങ്കിലോ തോന്നിയത് നന്നായില്ലേ? അതെ അല്ലേ? അപ്പൊ അത് ഇൻഡ്യൂഷനായിട്ട് മാറും. അപ്പോൾ ഇല്യൂഷൻ വെരിഫൈ ചെയ്ത് വരുമ്പോൾ അത് സ്ഥായിയായി, സ്ഥിരമായി, ബാക്കിയുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന സമയത്ത് അത് ഇൻഡ്യൂഷനാണെന്ന് പറയും. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ പറയും കുറച്ച് കഴിയുമ്പം എനിക്ക് അങ്ങനെ ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അയാളുടെ ഇൻഡ്യൂഷൻ കൊണ്ട് പറയുന്നതല്ല, ഇൻഡ്യൂഷൻ ശരിക്കും അറിവായിട്ട് പറയുന്നതാണ്. അത് പാമ്പാണെന്ന് തിരിച്ചറിയുമ്പോൾ പറയുന്നതിനെയാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുക. ആദ്യത്തെ സ്റ്റെപ്പാണ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം അറിയാത്തൊരു കുട്ടിക്ക് ഇത് 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 പാമ്പാണ്. ഇപ്പൊ ഒരു കുട്ടിയെ നമ്മൾ KG പുസ്തകം കാണിച്ചിട്ട്, പ്രൈമറി ക്ലാസ്സിൽ ഏർലി എഡ്യൂക്കേഷനിലെ പുസ്തകം കാണിച്ചിട്ട് ഇത് പാമ്പാണ്, ഇത് മരമാണ്, ഇത് ആനയാണ് എന്നൊക്കെ പറയാറില്ലേ? എന്താ ശരിക്കത്? നമുക്കും അറിയാതല്ലാന്ന്. ആ പടം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയും. എൻ്റെ ഒരു അച്ഛൻ്റെ പടം കാണിച്ചിട്ട് ഇത് അച്ഛനാണെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അത് അച്ഛനല്ല. അതൊരു ഇല്യൂഷനാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കുട്ടികളിൽ. അതിൽ നിന്ന് ബുദ്ധി ഉണ്ടാവാം, വിവരം ഉണ്ടാവാം, അറിവുണ്ടാവാം. പക്ഷെ അത് ഇൻറ്റ്യൂഷനായിട്ട് മാറണമെന്നില്ല. ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്, ഭ്രമത്തിൽ നിന്നുണ്ടാവുന്നതല്ല. അറിവിൽ നിന്ന്, നല്ല മെച്യൂരിറ്റിയിൽ നിന്ന്, ആത്മാവിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുക.
ഇൻഡ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല. അത് പഠിച്ചെടുക്കുന്നതാണോ? അത് പഠിച്ചെടുക്കണതല്ല, ഒരു ആത്മാവിൽ നിന്ന് കുറേ ധ്യാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടായിയെടുക്കുന്നതാണ്. ഞാൻ ശരിക്കും പറയാറുള്ളത്, ഈ അർജുനൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് മുമ്പിൽ കൗരവാദികളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭ്രമം ഉണ്ടല്ലോ, പേടി, എനിക്ക് വേർക്കുന്നു, എനിക്ക് പോകാൻ യുദ്ധം പറ്റുന്നില്ല, അതൊരു ഇല്യൂഷനാണ്. അയാളുടെ കഴിവൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. ഈ 18 അധ്യായത്തിനാണ് ആ ഇല്യൂഷൻ ഉണ്ടായ അർജുനനെ ഇൻറ്റ്യൂഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് 18 അധ്യായം പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫർമേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലും ഉണ്ടാവും, ഇത് പാമ്പാണോ കയറാണോ, എന്നാലും സേഫായിട്ട് നമുക്ക് പാമ്പ് എന്ന് പറയുന്നത് അസുഖം. എന്നിട്ടൊരു വടിയൊക്കെ എടുത്തിട്ട് അതിനെ അടിച്ചു നോക്കുമ്പോഴറിയാം ആയിരുന്നില്ല. നമ്മൾ ആരോടും പറയില്ല, പറയോ? അങ്ങനെ കുറേ മണ്ടത്തരം നമുക്ക് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് പാമ്പായാലോ നമ്മളെല്ലാവരും, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഈ വാക്ക് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇല്ലേ? അതെന്തുകൊണ്ടാ വെച്ചാൽ അത് എങ്ങനെയോ ലക്കിലത് പെട്ടുപോയി. അതിനു മുമ്പ് എത്രയോ മണ്ടത്തരം പറ്റിയിട്ടുണ്ടാവും. അത് തോന്നലുകളാണ്. ഇപ്പൊ നമ്മൾ ഈ മിറാഷ് എന്നൊക്കെ പറയില്ല, ഓടിക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് വെള്ളം ഉണ്ടോന്ന് തോന്നും. ടാർ റോഡിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് ഓടിക്കുമ്പോൾ അത് വെള്ളമാണോന്ന് തോന്നും. കാരണം അത് ആ റിഫ്ലക്ഷൻ കൊണ്ട് തോന്നാം. അത് ഇല്യൂഷനാണ്, അത് ഇൻറ്റ്യൂഷൻ അല്ല. ഇപ്പൊ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ബാധകമായിട്ടുള്ളതാണ്. അറിവ് നമ്മളിൽ ധ്യാനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ഒരു ട്രാൻസ്ഫർമേറ്റീവ് ചേഞ്ചിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പേഴ്സിനകത്ത് ചില ആൾക്കാർ ഭഗവാന്റെ പടക്കം വെക്കുമല്ലോ, അത് മൂകാംബിക ദേവിയുടെയാണ്. എല്ലായ്പ്പോഴും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആ ഇൻഡ്യൂഷനിൽ നിങ്ങൾ പറഞ്ഞു പോകുന്നതാണ്, ഞാൻ വിചാരിച്ചിട്ട് പോലും അല്ല. എന്തിനാ പറഞ്ഞത്? ശ്രീകാന്ത് ഇപ്പൊ അന്വേഷിച്ച ആ പടേ അവിടെ ഈ തിരുമേനിയുടെ പോക്കറ്റിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നതാ. ഇന്റഗ്രൽ പബ്ലിഷേഴ്സിന്റെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആനന്ദാശ്രമത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ട് കവർ പേജ് ചെയ്ത് വേണം, ഒരു ദേവിയുടെ പടമുണ്ട്, അത് കിട്ടാനേ ഇല്ല. പണ്ട് കണ്ടു മറന്ന, ഇന്നൊക്കെയാണ് ഗൂഗിൾ ചെയ്യാം, പറയാൻ പറ്റാത്തൊരു കാലം. 2026 വർഷം ഉണ്ടായ സംഭവമാണ്. മുമ്പിലിരിക്കുന്ന കാണാൻ വന്നിട്ടുള്ള അയാളുടെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്, ഇപ്പോൾ എടുത്തോളാം പറഞ്ഞു. ഇൻഡ്യൂഷനാണ്, നമുക്ക് പറയാൻ പറ്റും. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ ചിലപ്പോൾ അറിയാതെ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ബോധം, അത് വേറെ ആരോ നമ്മളിൽ തരുന്നതാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ലായിരുന്നു. ഈ സിദ്ധി ആൾക്കാർക്ക് കൂടിയും കുറഞ്ഞും വരാൻ മാറാം. ഒരു നിമിഷം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല, ഒക്കെ പോസിബിളാണ്. ഇതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ല. അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. അങ്ങനെ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കഴിവല്ല, അല്ലെങ്കിൽ അതുണ്ടെന്ന് നമുക്ക് ആഗ്രഹമില്ല. ഈ ഒരു സബ്ജക്റ്റ് വന്നുകൊണ്ട് അറിയാണ്ട് പറഞ്ഞു എന്നല്ലാതെ അബദ്ധവശാൽ പോലും ആരോടും പറയാറില്ല. കാരണം അതിനുകൊണ്ട് നമുക്ക് ക്രെഡിറ്റോ അല്ലെങ്കിൽ അതിന് കാരണം കിട്ടാനും അല്ല പറയുന്നത്. ചില സാധനങ്ങളൊക്കെ കാണാണ്ട് പോകുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന ചില വിദഗ്ധരായ കൂട്ടർ, അല്ല അങ്ങനെ കുറേ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് അസ്ട്രോളജി നോക്കാൻ വന്നിട്ടുള്ള ഒരാള്, ഇതേ ആനന്ദാശ്രമമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ്. ആനന്ദാശ്രമത്തിന്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാൾ, ഒരു ബാങ്ക് എംപ്ലോയിയാണ്, ഹൈദരാബാദിലാണ്. അയാളുടെ ഒരു ബന്ധു പൂനെയിൽ നിന്ന് പറഞ്ഞയച്ചതാണ്, ഒന്ന് നോക്കണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ്, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ തീരാറായി കഥ. പറഞ്ഞപ്പോഴത്തേക്കും പോകണമെന്ന് തീർന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അത് ഇൻറ്റ്യൂഷനാണ്. ഫീലിംഗ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവം. ഈ ഗട്ട് എന്ന് പറയുന്നത് എവിടെയുള്ള ഭാഗം? കുടലാണ്. നമുക്ക് ഏത് ആദിയും വ്യാധിയും തീകത്തലും ഒക്കെ അന്താളിപ്പും ഒക്കെ വരിക, വിഷമം വരുന്ന സമയത്ത് വയറ് കത്താൻ തുടങ്ങും, ഇല്ലേ? അതെ. അപ്പോൾ വയറിലുള്ള കുറേ പ്രോസസ്സുകൾക്ക് ന്യൂറോ ആയിട്ട് വലിയ ബന്ധമുണ്ട്. നല്ലോണം ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കുറഞ്ഞാലും തലവേദന വരും. അതെ, ഇല്ലേ? അപ്പോൾ ബുദ്ധിയും വയറുമായിട്ട് നല്ല ബന്ധമുണ്ട്. യു ആർ വാട്ട് യു ഈറ്റ് എന്നാണ്. നമ്മുടെ ചിന്തകളെപ്പോലും ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആന്തൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നൊരു തോന്നൽ പോലെ, അല്ലെങ്കിൽ അത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രാക്ടിക്കൽ നോളജ് അല്ല, ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുന്നൊരു സംഭവം. അതുകൊണ്ടാണ് ആന്തരിക ചിന്ത എന്നൊക്കെ പറയുന്നത്. അത് എപ്പോഴും നമ്മളിപ്പം ദേഷ്യം വരുന്ന സമയത്ത് എന്താ പറ്റുക? വയറ് കത്തും. അസിഡിറ്റി കൂടുന്ന ആൾക്ക് ദേഷ്യം കൂടും, ശ്വാസം മുട്ടുള്ളവർക്ക് ദേഷ്യം കൂടും, ബ്രീത്തിങ് പ്രോബ്ലവും ദേഷ്യമായിട്ട് ആസ്മയുള്ളവർക്കൊക്കെ ദേഷ്യം കൂടും. കാരണം അയാൾക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. ബ്രത്ത് കിട്ടാത്ത സമയത്ത് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ മിക്കവാറും അസുഖങ്ങൾക്കൊക്കെ കാരണം അതാണ്.
അത് നന്മയ്ക്കും ഉപയോഗിക്കാം, തിന്മയ്ക്കും ഉപയോഗിക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഗട്ട് ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. കാരണം അത് സിസ്റ്റം ഡിഫറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണത്. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ വെപ്രാളങ്ങൾക്കൊക്കെ കാരണം ദുഃഖം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ സാധാരണ ഇരിക്കുന്ന സമയത്ത് ഈ ഗട്ട് ഫീലിംഗ് ഒന്നും വരില്ല. എപ്പോഴാണ് വരിക? ടെൻഷൻ ഒരു പ്രശ്നം വരുമ്പോഴാണ്. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ എൻ്റെ ഗട്ട് ഫീലിംഗ് പറയുന്ന ഇതാണ് ചെയ്യേണ്ടത്. എപ്പോഴാണ് ഈ ഗട്ട് ഫീലിംഗ് വരുന്നത്? ഉള്ളിന്ന് കത്തുമ്പോഴാണ്, ആദി വരുമ്പോഴാണ്. ഓരോ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളെ എങ്ങനെ അതിജീവിക്കണം, അതെ അതെ, നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു അനുസരിച്ച്. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ബുദ്ധിക്ക് അതീതമായിട്ട് വരുന്നതാണ്, ലിമിറ്റ്ലെസ് ആണത്. ഇതൊരു ഗൈഡിന് ഒരാൾക്കത് നിയന്ത്രിക്കാൻ പറ്റുമോ ഒരു ഗൈഡ് ലൈൻസിലൂടെ? അതാണ് ഈ ധ്യാനത്തിലൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അർജുനന് ആ എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ഇപ്പൊ ആദ്യകാലം പറയുന്നത് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ പറഞ്ഞത് കാർപ്പണ്യദോഷോപഹത സ്വഭാവ, എനിക്ക് കാർപ്പണ്യദോഷം പെട്ടിട്ടുണ്ടെന്നാണ്. ഈ കാർപ്പണ്യദോഷമാണ് ഇല്യൂഷൻ. ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്തൊരവസ്ഥ. ആ അറിയാത്തത് കൊണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ദുഃഖം വരുമ്പോഴും ക്രോധം വരുമ്പോഴും ഒക്കെ സമ്മോഹ എന്നാണ്, സമ്മോഹം ഉണ്ടാവും. സമ്മോഹം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ. സ്മൃതിഭ്രംശം ഉണ്ടാവുന്നതാണ്, ഓർമ്മകളൊക്കെ മറന്നുപോകും. സ്മൃതിഭ്രംശം ഉണ്ടാവുന്ന സമയത്ത് കാണുന്ന ഒന്നും കണ്ട പോലെ അല്ല തോന്നുക, വിവരദോഷം പറയുന്ന പോലെ പറഞ്ഞു പോകും. അതൊക്കെ കഴിഞ്ഞ് അവസാനം പറയുമ്പോൾ എന്താണ് അർജുനൻ ഈ പാഠങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് അവസാനം പറയുന്നത്, മനസ്സും ബുദ്ധിയും ചിന്തയും ഒക്കെ ഒരേപോലെ ആക്കണത് ഉദ്ധരേത് ആത്മാനാത്മാനാം എന്നാണ്. നമ്മുടെ ആത്മാവിനെ ബുദ്ധിയിലേക്കും ബുദ്ധിയെ മനസ്സിലേക്കും ഒക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രം വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന തോന്നലാണ് ഏറ്റവും നല്ല തോന്നൽ. സാർ, ഈ ഗട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നുന്നു, അതങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കുന്നു. അപ്പോൾ അത് ഗട്ട് ഫീലിംഗ് ആയി അല്ലെങ്കിൽ ഇൻഡ്യൂഷനായി. അപ്പോൾ ഈ ഇൻഡ്യൂഷനും ഈ മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുന്ന ചില സംഭവങ്ങൾ ഇത് നടക്കണം എന്ന് വളരെ കൃത്യമായിട്ട്, മാനിഫെസ്റ്റേഷൻ വളരെ കറക്റ്റാണെങ്കിൽ ഇന്ന് എനിക്ക് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആവണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ആവാൻ പറ്റുമോ? ഈ മാനിഫെസ്റ്റേഷൻ നമുക്കൊരു ലിമിറ്റൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണം. അതെ, നമ്മൾ പറയുന്നത് എന്താണ്, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പറ്റും, കാരണം ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. എൻ്റെ ലിമിറ്റിൽ എനിക്ക് ചിന്തിക്കുന്ന ചില സംഭവങ്ങൾ വളരെ മിനിമമായിട്ട് അത് ഞാൻ ഫോക്കസ് ചെയ്യാണ്. നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്തിനാണോ എഫേർട്ട് എടുക്കുന്നത്, അത് നമുക്ക് സംഭവിക്കുന്നല്ലാതെ അതിനപ്പുറത്തൊരു മാനിഫെസ്റ്റേഷൻ പറ്റുന്നവരുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ഡിസ്കഷനിൽ പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന സമയത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിരിയാണിയാണ് വേണ്ടതല്ലേ എന്ന് അടുത്ത ആൾ ചോദിച്ചാൽ കണ്ടോ നടന്നില്ലേ സംഭവം എന്ന് പറയും. ഈ പണ്ടൊക്കെ വളരെ ആൾക്കാർ ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ ഈ കാര്യം തന്നെ ആഗ്രഹിച്ച് ഒരു വരം നേടുക എന്നുള്ളത് ഈ ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് ആരും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വെൻ യു ഹാവ് ഗോട്ട് എ ഹ്യൂജ് ഇന്റൻഷൻ ദ ഹോൾ യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൺ എന്നാണ്. പലരും കോട്ട് ചെയ്യുന്ന പോളോ കൊയ്ലോനാണ്. പോളോ കൊയ്ലോ ജനിക്കുന്നതിനും കുറെ കാലം മുമ്പാണല്ലോ സ്വാമി വിവേകാനന്ദൻ. അടുത്ത കാലത്ത് ഏതോ പ്രഭാഷണത്തിൽ പോളോ കൊയ്ലോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു, വിവേകാനന്ദൻ വായിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അതിപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോളോ കോലയുടെ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു, കാരണം വിവേകാനന്ദനെ വായിച്ചിട്ടില്ല, പോളോ കോലോ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിത്യജയ തന്നെ എഴുതി പറഞ്ഞിട്ടുണ്ട്. എഴുതി പറഞ്ഞാൽ എന്താ വെച്ചാൽ, നിങ്ങൾ വലിയ പ്രോജക്റ്റുകൾ എടുക്കുക, അത് ഈ ജന്മം കൊണ്ട് തീരാൻ പറ്റാത്ത അത്രയും വലുതാവണം. ഭഗവാൻ തന്നെ നിങ്ങളുടെ ജന്മം നീട്ടിത്തരുന്നു. കാരണം അത് ചെയ്തു തീർക്കാണ്ട് നമ്മുടെ ഇന്റൻഷൻ ഉണ്ടല്ലോ, ആ ഇന്റൻഷൻ കൂടുന്ന സമയത്ത് നമുക്ക് കുറേ പേര് നമ്മുടെ കൂടെ സപ്പോർട്ടറുണ്ടാവും. അപ്പം നമ്മുടെ എനർജി കൂടും. നമുക്കൊന്നും ചെയ്യാനില്ലാത്തവരാണ് പെട്ടെന്ന് ചത്തുപോവുക. അസുഖങ്ങൾ വരുന്നത് അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഇന്റൻഷൻ നന്നാവണം. ആ ഇന്റൻഷൻ വളരെ ഡീപ്പാവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു എനർജിയുടെ മാനിഫെസ്റ്റേഷനാണ്. ആ എനർജി വളരെ പ്യൂരിഫൈഡ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ സപ്പോർട്ടീവ് സിസ്റ്റംസും നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മുടെ ബേസിക് ബിഹേവിയറാണ്. അത് ക്യാരക്ടറായിട്ട് മാറും. അത് നമ്മുടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് മാറുമ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ അതിൻ്റെ പക്വത ഉണ്ടാവും. ഈ ഇൻറ്റ്യൂഷനെ ഹാക്ക് ചെയ്യുവാണോ മാനിഫെസ്റ്റേഷൻ? ഇൻറ്റ്യൂഷനെ ഹാക്ക് ചെയ്യല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സാണോ? അല്ലല്ല, മാനിഫെസ്റ്റേഷൻ ഈസ് എ പ്രോസസ്. ആ എബിലിറ്റിയാണ് ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി ഉള്ള ആൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇൻറ്റ്യൂഷൻ ഉള്ള ഒരാളെ ഒരിക്കലും അയാൾക്ക് വേണ്ടിയിട്ടല്ല ആലോചിക്കുക. മാനിഫെസ്റ്റേഷൻ സെൽഫിഷാണ്.
എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമല്ല, ഇയാൾക്ക് അന്നത് വേണമെന്നുണ്ട് നമ്മൾ ചെയ്യാറില്ല. ഭഗവാന്റെ കർമ്മം സിദ്ധാന്തം എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡത്തിൽ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ധർമ്മപുത്രർ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്തത്. ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പിന്നെ ആളെ നശിപ്പിച്ചിട്ട് അവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. രാവണനെ കൊന്നത് രാവണന് ഉദ്ദേശമുള്ളതുകൊണ്ടോ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയതുകൊണ്ടോ അല്ല. അത് ഒരു ഭഗവാന്റെ ധാരണയാണ്. അവിടെയുള്ള ആ ഒരു ഭരണത്തെ മാറ്റി നല്ലൊരു രാജാവിനെ ആക്കണമെന്ന് അതിന് കാരണമായിട്ട് എഴുതിയിട്ടുള്ള കഥയിലാണ് സീതയൊക്കെ വരുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഇൻറ്റൻഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ട് നന്നാവേണ്ടത്. നല്ല ഇൻറ്റൻഷനിൽ ചെയ്യുന്ന ഏത് കർമ്മവും ഇൻറ്റ്യൂറ്റീവാണ്. അല്ലാണ്ട് നല്ല ഇൻറ്റൻഷൻ അല്ലാതെ ചെയ്യുന്നത് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയില്ല. അതെ, നല്ല ഇൻറ്റൻഷൻ മാത്രമല്ല, നമ്മൾ ഭാഗ്യം എന്നൊക്കെ പറയുന്നത്, നമ്മൾ പറയുന്ന പ്രൊഡിക്ഷൻ എന്നൊക്കെ പറയുന്ന അത്തരം സംഭവങ്ങളല്ലേ പറയുള്ളൂ. പക്ഷെ ഒരു യുദ്ധം വരുന്നതെന്ന് പറയുന്ന ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ചില കഥ എഴുതിയിട്ടുണ്ടാവും. അയാൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഒന്ന് ശരിയാവുമ്പോഴാണ് നമ്മൾ അത് എടുത്തു പറയുന്നത്. തെറ്റായിട്ടുള്ള കുറേ കഥകൾ നമ്മൾ പറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രഡിക്ഷനും ഇൻഡ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രഡിക്ഷൻ മാത്തമാറ്റിക്കലാണ്, സ്റ്റാറ്റിസ്റ്റിക്കലാണ്, കുറേ സിസ്റ്റംസ് വെച്ചിട്ടാണ്. അത് ബുദ്ധിക്കതീതമല്ല, കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഇന്നത്തെ മാർക്കറ്റിൽ യുദ്ധം നടക്കുന്നുണ്ട്, അതുകൊണ്ട് യുദ്ധം 2 ദിവസം കഴിയുമ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റം എനിക്ക് മോഡൽ വെച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജൂൺ 1-ാം തീയതി മഴ പെയ്യുമ്പോൾ ഈ ജൂൺ 1-ാം തീയതി മഴ പെയ്യും എന്നുള്ളത് പ്രഡിക്ഷനാണ്, അത് ഇൻറ്റ്യൂഷൻ അല്ല. പക്ഷെ മേഘങ്ങളെ നോക്കിയിട്ട് ആന്ധ്രാപ്രദേശിലിരിക്കുന്ന ഒരു കർഷക കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവർ മേഘങ്ങൾ നോക്കിയിട്ട് അവർക്ക് കലണ്ടറും അറിയില്ല, ജൂണാണോ മെയ്യാണോ മാസമാണോ ഒന്നും അറിയില്ല. അയാൾ പറയും ഇന്ന ദിവസം മഴ പെയ്യും. അതൊരു ഇൻറ്റ്യൂഷനാണ്, എക്സ്പീരിയൻസ് കൊണ്ടും ആവും. അതെ, അത് എക്സ്പീരിയൻസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ആ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹനം ചെയ്തെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മച്യൂരിറ്റി കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പം നമ്മൾ സ്കാനർ വെച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ഒരു ഗർഭിണി പ്രസവിക്കാൻ പോകുന്ന ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നു. അതെ, ചില ആൾക്കാർ പണ്ട് വയറ് നോക്കിയാൽ പറയുമല്ലോ. എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ അടുത്തൊരു വിഷകാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചില ദിവസങ്ങളിൽ പറയും മരുന്നൊക്കെ റെഡിയാക്കിക്കോ, ഇന്നൊരു സംഭവം, ഇന്ന പാമ്പ് കടിച്ചു. എൻ്റെ അമ്മാവൻ ഒരു വൈദ്യനായിരുന്നു, വിഷവൈദ്യനാണ്. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇൻറ്റ്യൂഷനാണ്. അത് ഇൻറ്റ്യൂഷനാണ്. കാത്തിരിക്കും. അത് അവരുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവല്ല, അവർ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ പറഞ്ഞ സാഹചര്യവും സിറ്റുവേഷനും ഒക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ആ പറയിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു കഴിവുണ്ട്. ആ കഴിവ് കൊണ്ട് പറയും, ഇപ്പൊ വരും ഒരാൾ വേണ്ടിയിട്ടാ, ഞാൻ ഇല്ല എന്ന് പറഞ്ഞേക്കൂ. അത് ഇല്ല എന്ന് പറയണേ, ഞാൻ പോയിട്ട് കാര്യമില്ല, മരിക്കും. പണ്ട് കാലത്തൊക്കെ ഈ ടെലിഫോണൊന്നും ഇല്ലല്ലോ, കുറേ ദൂരത്തുനിന്നാണ് നടന്നു വരിക. ഇല്ല എന്ന് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും കഥ. അപ്പോൾ ഇയാൾക്കറിയാം ഞാൻ പോയാലും ഫലമില്ല എന്ന്. അപ്പോൾ ഇത് വളരെ ഏബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിപ്പോഴുള്ള ആൾക്കാർക്ക് അതുണ്ടോ? പഴയ സിദ്ധിയൊക്കെ ഉള്ള ആൾക്കാർ, നമ്മുടെ പഴയ സിദ്ധികളുള്ള പലരും ഇപ്പം ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും പുറത്തു വരാൻ ധൈര്യമില്ല. കാരണം കുറേ കള്ളന്മാരുള്ള സ്ഥലത്ത് ഈ നന്മയുള്ളവർക്ക് വരാൻ വലിയ പേടിയായിരിക്കും. അല്ല, ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിമർശിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടല്ലോ. ഉണ്ടാവും. കാരണം പലർക്കും ഇല്ലാത്തൊരു സംഭവം വേറെ ആൾക്കുണ്ടെന്ന് പറയുന്ന സമയത്ത് വളരെ എളുപ്പമല്ലേ ഇയാൾ പൊട്ടനാന്ന് പറയാൻ. ആദ്യം വളരെ എളുപ്പമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കുക. അവൻ 10ാം ക്ലാസ് പാസ്സായിട്ട് പോലും ഉണ്ടാവില്ല. അവന് 10ാം ക്ലാസ്സുകാരൻ പാസ്സായവനെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. അതെ, കടി എന്ന് പറഞ്ഞാൽ. സതീഷ്, ഈ പാമ്പുകളുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു പറഞ്ഞു സാർ. ഈ പാറ്റേണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നാച്ചുറിന്റെ എന്തെങ്കിലും പാറ്റേൺ വെച്ചിട്ടായിരിക്കും പല ജീവികൾക്കും നമ്മളെക്കാളും ഇൻറ്റ്യൂഷൻ ഉണ്ട്. ഇപ്പം ആടിന് വളരെ ഉണ്ടോയെന്ന് ചോദിച്ചതിന് ഉത്തരം പറയാം. നല്ല മഴ വരുന്നതിന് മുമ്പ് ആടിനെ ഒന്ന് വെളിയിൽ വിട്ടാട്ടെ, കയറ് അഴിച്ചു വിട്ടാട്ടെ, അത് വന്നിട്ട് ഈ ചുമരിൻ്റെ ഒക്കെ ഓരത്ത് വന്ന് ഇങ്ങനെ കാത്തിരിക്കും. അതിനറിയാം മഴ വരാനുണ്ട്. അതൊരു പാറ്റേൺ ആണ്. അത് ആ ആടിന്റെ പാറ്റേൺ ആണ്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഈ പാറ്റേൺ സ്ഥിരമായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ പാറ്റേണുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ഫോളോ. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ വാഴകളെയും ശ്രദ്ധിക്കുക. ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അതുകൊണ്ട് പറയാം. മിക്കവാറും ഒരു 80 to 90%, അതാണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന്, 80 to 90% വാഴകളൊക്കെ കൊലച്ചിരിക്കുന്നത് വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാണ്. അത് തെക്കോട്ടായിരിക്കും, തെക്ക് പടിഞ്ഞാറ് ആയിരിക്കും.
ഇപ്പം നമ്മൾക്ക് സർവീസ് പ്രിസ്മാറ്റിക് കമ്പാസും മാഗ്നറ്റിക് കമ്പാസും ഒന്നും വേണ്ട. ഒരു സ്ഥലത്ത് പോയാൽ സൂര്യൻ ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ ദിക്ക് പറയും. അത് ഈ വാഴയെ നോക്കിയിട്ട് പറയാം. അത് ഓരോ ചെടികൾക്കും അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. ഇപ്പൊ സൂര്യകാന്തി കണ്ടാൽ നമ്മൾ പറയല്ലോ, അതെ അല്ലേ? അതൊരു പാറ്റേൺ ആണല്ലോ, അത് പാറ്റേൺ ആണല്ലോ. അപ്പൊ ചെടികൾക്ക് അതിന് യഥാദിക്സ്ഥാൻ പ്രരോപയേത്ത് എന്ന് പറഞ്ഞിട്ടൊരു നാടുണ്ട്, അറിയാം. 2 ചെടികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ബഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ഒരു ചെടിയുടെ ഈ ഭാഗത്തേക്ക് വളർന്നിരിക്കുന്ന ബഡ് കട്ട് ചെയ്തിട്ട് വേറൊരു ചെടിയിലേക്ക് നമ്മൾ ബഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്താൽ വളരാനുള്ള സാധ്യത കുറവാണ്. ചെടികൾക്ക് പോലും ദിക്കുകൾ അറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത് മനുഷ്യനില്ലാതെ അവസ്ഥയിലായിപ്പോയതാ നമ്മൾ. പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ മാറിയതാ. നമുക്ക് ഒറിജിനലി പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. ജനിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. കുട്ടികളെ വെറുതെ കിടത്തിയാട്ടെ, എത്ര നല്ല ബെഡ് കിടത്തിയാലും ചിലപ്പോൾ കുറേ ദൂരത്ത് പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും. ചില സ്ഥലത്ത് കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെന്താ ചെയ്യുക? അവരെ പിടിച്ച രണ്ടാമത് ഇവിടെ കൊണ്ട് കിടത്തുക ചെയ്യുക. അവർക്കറിയാം കൃത്യമായിട്ട് ഇവിടെ കിടന്നാൽ അവർക്കും വരാം. ഡയറക്ഷൻസ് കൃത്യമായിട്ട് അറിയാം. കപട ലോകത്തിൽ ഇന്നെന്നുടേ കാപട്യം സകലരും കൺമതാണൻ പരാജയം. കുഞ്ഞിന് ഭാഷ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ഈ ലോകത്ത് കുറേ കഴിവുകളില്ലാത്ത ആൾക്കാരുള്ള സമയത്ത് നമ്മൾ കഴിവുണ്ടെന്ന് പറയുന്ന സമയത്ത് എന്തിനാ പറയണേ? അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ഇത്തരം സ്കില്ലുകളൊക്കെ എവിടെയെങ്കിലും ബ്രേക്ക് ആയി പോയതാണോ? അതുള്ള ഒരു കാലം സത്യയുഗമാണ്. സത്യയുഗമാണ്. അതുകൊണ്ടാണ് സത്യയുഗം. ആ സമയത്ത് ഡയറക്ഷൻസും നമ്മൾ പക്ഷികൾ വരുന്നില്ല എല്ലാ വർഷവും ഒരേ സ്ഥലത്തേക്ക്. ആര് പറഞ്ഞിട്ടാ വരണേ? എങ്ങനെയാ അവർക്ക് ഡയറക്ഷൻ ഉള്ളത് പറയുന്നത്? അവർക്ക് കൃത്യമായിട്ട് ഇത് കാണാനുള്ള ഒരു ഇൻറ്റ്യൂഷനാണത്. ഇതുവഴി ഇങ്ങനെ പോകുന്ന സമയത്ത് മനസ്സമാധാനം ഉണ്ടാവും. ആ ലൈനിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയാൽ മനസ്സമാധാനക്കേട് വരും. അപ്പോൾ തിരിച്ചു ഈ വഴിയിൽ തന്നെ വരും. അങ്ങനെയുള്ളൊരു ലൈൻ വഴിയാണ് അവർ വരുന്നത്. അത് ഒരു ഇൻറ്റ്യൂറ്റീവ് മൈൻഡാണ്. ഞാൻ ഇങ്ങനെ മാറുന്ന സമയത്ത് ഫ്രീക്വൻസി വേവുകൾക്കൊക്കെ മനസ്സിലാക്കാൻ ഏത് ജീവികൾക്കുള്ള കഴിവ് പോലെ മനുഷ്യനുണ്ട്. ഈ സാൽമൺ മീനുകളൊക്കെ ട്രാവൽ ചെയ്യുന്ന എല്ലാം ന്യൂട്ടൺ പണ്ട് എഴുതിയിട്ടുള്ളത്. ഭക്ഷണം തേടിയാണോ പോകുന്നത്? ഭക്ഷണം തേടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടും പ്രോക്രിയേഷന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ സൈറ്റ് സീയിങ് ടൂറിങ്ങിന് പോകുന്നത് പോലെയാണ് അവരും വരുന്നത്. ഈ സാൽമൺ മീനുകൾ മുട്ടയിടാൻ കിലോമീറ്ററുകൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴാണ്, കൃത്യമായിട്ടുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൈഗ്രേറ്റിംഗ് ഉണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ട്. മൈഗ്രേറ്റിംഗ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ട്രീസ് നോസ് ഹൗ ടു ക്ലൈംബ് മൗണ്ടൻസ് എന്നുണ്ട് വലിയൊരു തിയറി തന്നെയുണ്ട്. മരത്തിന് മല കയറാൻ പറ്റുന്നു. കാരണം മലയുടെ മുകളിലാണ് അത് വളരേണ്ടതെങ്കിൽ നമ്മൾ താഴെ നട്ടാലും ഒരു 10 ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും അത് അടുത്ത മലയുടെ മുകളിൽ തീരണം. അതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ വിത്തുകൾ പോലും വളരുക. താഴത്ത് വളരില്ല, അടുത്ത വിത്ത് വരുമ്പോൾ മുകളിലേ വളരുള്ളൂ. അവിടുന്ന് അടുത്ത വിത്ത് പോകുന്ന അവിടത്തേക്കായിരിക്കും. വലിയ സിദ്ധാന്തങ്ങളാണ് ഇതൊക്കെ. ഓരോ ചെടിക്കും അതിനുള്ള അറിവുണ്ടെന്നാണ്. ഏത് ഡയറക്ഷനിൽ പോകണം. ഇപ്പം ഏറ്റവും നല്ല പൂക്കളുള്ള റോസാപ്പൂവിന് മുള്ളുകൾ എന്തിനാ കൊടുത്തത് ഭഗവാൻ? ആ പൂവിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ മുള്ളു വേണം. ആരും വന്ന് പറിക്കാതിരിക്കാൻ. നമ്മളതിനെ നാം പ്രൊട്ടക്ട് ചെയ്തോളാം, മുള്ളു വേണ്ട എന്ന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മുള്ളില്ലാത്ത ബ്രാഞ്ചുകൾ ഉണ്ടാവുമെന്നാണ് സിദ്ധാന്തം. നമ്മൾ പറയണം, അടുത്ത് പോയിട്ട് സ്നേഹത്തോടുകൂടി പറയണം. എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു തുളസിയുണ്ട്. സാധാരണ ഒരു ജനലിൽ നിന്ന് 8 ഫീറ്റ് പിന്നെ ഒരു 2 ഫീറ്റ് മുകളിലുണ്ടാകുന്ന ഒരു വെന്റിലേറ്റർ പോലെ 10 ഫീറ്റ് വലുപ്പത്തിൽ വളർന്നിട്ടുണ്ടത്. അതിൻ്റെ ഇലകൾക്ക് ഏകദേശം കൈയുടെ വലുപ്പമുണ്ടായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് നമസ്തുളസി കല്യാണി, നമസ്തേ കൃതസാക്ഷിണി, നാമം ചൊല്ലി വെള്ളമെടുത്ത് വേണ്ടി. വേറെ ടൈം പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. 2 വർഷം അങ്ങനെ ചെയ്താൽ ആ ചെടികൾക്ക് പോലും നമ്മൾ മനസ്സിലാവുന്ന പറയാം. കാരണം മനുഷ്യനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള സാത്വികമായിട്ടുള്ള ഒരു ചെടിയാണ് തുളസി. അപ്പോൾ അതിന് പോലും നമ്മളെ മനസ്സിലാവും. എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പക്ഷെ ആ ഇൻറ്റൻസീവായിട്ടുള്ളൊരു റിയാക്ഷൻ നമ്മളിൽ നിന്നുണ്ടാവുകയും അത് ആ റിസൾട്ട് നമ്മൾ അനുഭവിക്കുകയും അതിനൊരു താങ്ക്സ് ഗിവിങ് എന്ന് പറയും. നമ്മൾ എന്തിനാ ഈ സൂര്യന് നന്ദി പറയുന്നത്? സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യനോട് നമസ്കാരം പറയലാണ്. നമ്മളെന്തിനാ സൂര്യനോട് നമസ്കാരം പറയുന്നത്? വി ആർ ഗിവിങ് താങ്ക്സ് ടു ഹിം. അത് അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല. സാർ ഇതൊക്കെ ഈ വീഡിയോ പറയാമെങ്കിൽ സാറിന് സൂര്യ നമസ്കാരം നന്ദി പറഞ്ഞ ആൾക്കാർ കളിയാക്കും. അത് നന്ദി പറയുന്നതാണ് സൂര്യനോട് നമസ്കാരം. ഞാൻ നിങ്ങളോട് എന്തിനാ നമസ്കാരം പറയുന്നത്? ഞാൻ നിങ്ങളോടുള്ള നന്ദി സൂചകമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വെൽക്കം ചെയ്യാനോ ആണ്. വെൽക്കം ചെയ്തില്ലെങ്കിൽ സൂര്യൻ വരില്ലേ? അത് സൂര്യനാണോ ഗുണം, എനിക്കാണോ ഗുണം? ഗുണം എനിക്കാണ്. ആ ഒരു സെൻസ് എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സൂര്യൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് അഗ്നിഹോത്രം. ഞാൻ അഗ്നിഹോത്രിയാണ് കുറേ വർഷങ്ങൾ. ആ അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്? സൂര്യായ സ്വാഹ സൂര്യായ ഇദം നമമ, പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇദം നമമ. ഇതൊക്കെ തന്നത് നീയല്ലേ ഭഗവാൻ സൂര്യ, അതുകൊണ്ട് നിനക്ക് നമസ്കാരം എന്നാ പറയുന്നത്. വേറെ ഒന്നും പറയുന്നില്ല.
നമ്മൾ ഈ ഭൂമിയിലുള്ള ഓരോ സാധനവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ആര് തന്നതാ? ഞാനൊരു നന്ദി പറയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അത് അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ കിട്ടുന്നൊരു ഗുണമുണ്ടല്ലോ. അത് ഭഗവാൻ സൂര്യനൊന്നുമല്ല, എനിക്കാ. അതേ സൂര്യവംശജനാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അർജുനന് പിന്നെ റിയലൈസേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതന്നല്ലേ ഗായത്രി മന്ത്രം. ഓം ഭുർഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഭൂമിയിൽ ആകെ വെളിച്ചം തരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എൻ്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടായാലേ എനിക്ക് വെളിച്ചം കാണാൻ പറ്റുള്ളൂ. അത് ഇന്ദ്രിയങ്ങളിലുള്ള വെളിച്ചമല്ല, ഈ പറയുന്ന ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള സിദ്ധി എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ദിയോ യോ നഹ പ്രചോദയാത്. എൻ്റെ ഉള്ളിൽ ആ പ്രകാശം ഉണ്ടാക്കി തരണേന്ന്. ആ പ്രകാശമാണ് ഇൻറ്റ്യൂഷൻ. അത് കൃത്യമായിട്ട് ചൊല്ലിയാൽ അതുണ്ടാവണം. നമ്മൾ ഒരാളെ കുറിച്ച് ആലോചിക്കുന്നു, ഉടനെ അയാൾ ഫോൺ ചെയ്യുന്നു. ഇതൊരു ഇൻറ്റ്യൂഷനാണോ? പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് തവണ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്തകള് നമ്മൾ ബാക്കിയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിധം, നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ പോകുന്ന ഈ തരംഗങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മാത്രമല്ല. ഒരാളെ കാണുമ്പോൾ തന്നെ, ഇപ്പൊ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അയാളെ നോക്കിയാൽ അയാൾ അപ്പം തിരിഞ്ഞു പോകും. ഒരു ഗ്രൂപ്പിലാണെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. കൃത്യമായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരാളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അറിയാണ്ട് തിരിഞ്ഞു പോകും. അത് നമ്മൾ അയക്കുന്ന ഒരു സിഗ്നലാണ്. അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ദൂരെയുള്ള ഒരാളും ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് നമ്മളിലേക്ക് വരും. പശുക്കിടാങ്ങള്, നിങ്ങൾ കുറേ ആയിരക്കണക്കിന് പശുക്കളുള്ള സ്ഥലത്ത് അതിലൊരു പശുവിൻ്റെ കിടാവിനെ നിങ്ങൾ അതിനോട്ട് വിട്ടാൽ കൃത്യമായിട്ട് അതിൻ്റെ അമ്മയെ തപ്പി കണ്ടുപിടിച്ചിട്ട് മറുപടിക്കും. പശുവിന് അതിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഈ ഓരോ കടലിനടിയിലുള്ള ചെറിയ ചെറിയ മീനുകൾക്ക് പോലും അതിൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ കണ്ടുപിടിക്കാനും അവിടത്തേക്ക് പോകാനും ഒക്കെ കഴിവുകളുണ്ട്. എഗ് ബെയറിംഗ് ആയിട്ടുള്ള മീനുകൾ, പ്രസവിക്കാൻ പോകുന്ന, മുട്ടയിടാൻ പോകുന്ന മീനുകൾ, ആ മുട്ടയിടാൻ പോകുന്ന മീനുകളെ ഒരിക്കലും വലിയ മീൻ കഴിക്കില്ല. അതിനെ കണ്ടാൽ തിരിച്ചറിയാൻ ഇതിനകത്ത് മുട്ടയുണ്ടെന്ന്. അവർ മാറിക്കളയും. എന്തൊരു ബുദ്ധിയാണ് പ്രകൃതി കൊടുത്തിരിക്കുന്നത്. ഇത് കാണാനുള്ള കഴിവ് ആ ജീവികൾക്ക് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? നമ്മൾ ഒന്നും വേണ്ട. നമ്മൾ സാധാരണഗതിയിൽ ഒരു മാവില്ലേ, മാങ്ങയുടെ സീസണാണ്, നല്ല മാങ്ങ കിട്ടാൻ പോവാണ് അല്ലേ? ഏറ്റവും നല്ല മധുരമുള്ള മാങ്ങയിൽ ഉണ്ടാവുന്നതാണ് പുഴു. അധികം മധുരമില്ലാത്ത മാങ്ങയിൽ പുഴുക്കൾ ഉണ്ടാവില്ല. ഈ പുഴു എങ്ങനെ മാങ്ങയുടെ അകത്ത് കയറിയത്? അതാ പൂവിന്റെ സമയത്ത് കയറിയിട്ടുണ്ടാവും. ആ പൂവില് ഏറ്റവും നല്ല മധുരമുള്ള മാങ്ങയുടെ പൂവ് കണ്ടുപിടിച്ചിട്ട് അവിടെ ചിത്രശലഭം പോയിട്ട് മുട്ടയിടുന്നത്, ഈ മുട്ട 6 മാസം കഴിഞ്ഞാൽ മാങ്ങയാവുമെന്നും അത് പഴുക്കുമെന്നും അപ്പോൾ അതിൽ നിന്ന് പുഴു വരുമെന്നും ആ പുഴു മുട്ട പൂപ്പ ലാർവ ആയി പിന്നെ അത് പൂമ്പാറ്റയായിട്ട് പോകാൻ പറ്റുമെന്നുള്ള ബോധം ആ ജീവിക്ക് ഏത് ഭഗവാനാണ് കൊടുത്തത്? ഞാൻ പറയുന്നത് ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാളും വലിയൊരു ഇൻറ്റ്യൂഷൻ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും മുട്ടയിടും, അതിൽ ഒരെണ്ണം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കണം. മുട്ട, സാധാരണ മുട്ട നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലൊരു ഭാഗം എയർ ലെയർ കണ്ടിട്ടുണ്ടോ? അതെന്തിനാ എയർ ലെയർ? ആ മുട്ട വിരിഞ്ഞു വരുന്ന സമയത്ത് കോഴിക്കുഞ്ഞിന് ചിറക് പുറത്തേക്ക് തട്ടി വരുമ്പോൾ തോട് പൊട്ടിക്കാനുള്ള എനർജി ഉണ്ടാവണമെങ്കിൽ ആ എയർ വലിച്ചിട്ട് പൊട്ടിക്കുമ്പോഴേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എയർ അതിനകത്ത് വെക്കണമെന്ന് ഏത് ബ്രഹ്മാവാണ് മുട്ടക്ക് പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ മുട്ടയിൽ ഉണ്ടാക്കി കൊടുത്തത്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാനും അറിയാനുമുള്ളൊരു ബോധം ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ഏതോ ഒരു എയർ നമ്മളിലും ഉണ്ട്. അതെപ്പോ ചിറക് വിടർത്തണം എന്ന് അറിയാതില്ല, കഴിവില്ലാത്തതുകൊണ്ട് ആ എയർ ചുമ്മാ കളയാ. ഈ കാക്ക വിരുന്ന് വിളിക്കാതെ കേട്ടു, അതും ഒരു പാറ്റേൺ അല്ലേ? എല്ലാം പാറ്റേൺ. ഓരോ സംഭവങ്ങളും, അണ്ണാർക്കണ്ണൻ മഴ വരുന്ന സമയത്ത് എന്തൊക്കെ കഥകളുണ്ട് നമുക്കില്ലേ? ആ ഓരോ പഴഞ്ചൊല്ലുകളുടെയും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്കറിയാം കൃത്യമായിട്ട് കണക്കുകളും കഥകളും ഒക്കെ. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി കണ്ടുപിടിച്ച് ഒബ്സർവ് ചെയ്ത് നേച്ചറിനെ നോക്കി മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് നേച്ചറിൽ നിന്നും കുറേ പഠിക്കാൻ പറ്റുന്നു. നമ്മളതൊന്നും പഠിക്കുന്നില്ല. അത് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം ഉണ്ടാവുക. ദിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് രസകരമായിട്ടുള്ള എത്രയോ വൃക്ഷായുർവേദം, മനുഷ്യന് മാത്രമല്ല ആയുർവേദം, വൃക്ഷായുർവേദം, ശൗന ആയുർവേദം, ഗജ ആയുർവേദം. ഓരോ ആനയെ കണ്ടു കഴിഞ്ഞാൽ പറയല്ലോ മതം കൃത്യമായിട്ട്. എന്തിന് നമ്മുടെ കൃത്യമായിട്ട് ആന വൈദ്യന്മാർ എത്രയോ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. മാടമ്പ് കുഞ്ഞിക്കുട്ടനെ ഒരു ആനയെ കണ്ടാൽ പറയാലോ.
ഏത് സമയത്തും അതും വരും അല്ലേ? കൃത്യമായിട്ട് അറിയുന്ന ആളായിരുന്നു ആനവൈദ്യരായിരുന്നു അല്ലേ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. ഈ വൃക്ഷങ്ങൾക്ക് എങ്ങനെയാ കണക്ഷൻ വരുന്നത്? വൃക്ഷങ്ങളുടെ ആയുർവേദം. ആ, ഓരോ വൃക്ഷം ഒരു വൃക്ഷം നട്ടാൽ അടുത്ത വൃക്ഷത്തിലേക്ക് എത്ര ഡിസ്റ്റൻസ് വേണം, ആ ഡിസ്റ്റൻസ് ഏതൊക്കെ മരങ്ങൾക്കാണ് വേണ്ടത്, അത് ഏത് ഭാഗത്തേക്കാണ് വളരുക, ഇത് വലിയൊരു ആയുർവേദമാണ്. ഓക്കെ. ഈ ഇലകൾ അതിന് അസുഖം വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് പറ്റാത്തത്, എന്താണ് പറ്റുന്നത്, ഏതിന്റെ മുകളിലൊക്കെ നമുക്ക് പടർത്താം. ഈ വിത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് വിത്ത് പെട്ടെന്ന് മുളക്കാൻ ജെർമിനേഷൻ പ്രോസസ്, മുളപ്പിക്കുക എന്നുള്ളതിന് നിങ്ങൾ കുറച്ച് ഐസ് ഇട്ടിട്ട് വിത്തിട്ടാട്ട് പെട്ടെന്ന് മുളക്കും. പണ്ട് ഐസ് ഉണ്ടായിരുന്നോ? ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു? ഇല്ല. എപ്പോഴുണ്ടായിരുന്നത്? ഹെയിൽ സ്റ്റോം, നല്ല ഇത് വീഴില്ലേ, എന്താണ് ആലിപ്പഴം വീഴില്ലേ, ആലിപ്പഴം വീഴുന്ന സമയത്താണ് മുള വരുക. ആലിപ്പഴം വീണ ഉടനെ പറയും നാളെ ചെടികളൊക്കെ വളരും. മനസ്സിലാണ്? അപ്പൊ അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അത് കുറേ കാലം ആലിപ്പഴം വീണ് അത് മുളക്കുന്നത് കണ്ടപ്പോഴാണ് ബോധം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഇസ്രായേൽ കൃഷി രീതികൾ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ശരിക്കും നമ്മളുടെ കാര്യങ്ങളൊന്നും പുറകോട്ട്, നമ്മുടെ ഭാരതീയമായ പഴയ ശൈലികളിൽ ഉപയോഗിക്കുന്ന പല കൃഷികളും സംബന്ധമായിട്ടുള്ള അറിവുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓരോ രാജ്യത്തിനും ഓരോ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഭാരതം എന്ന് പറയുന്നത് തെക്ക് മുതൽ വടക്കോളം വ്യത്യസ്തമായ പ്രകൃതിയും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിത്തുകൾ സൂക്ഷിക്കുന്ന ഗോപുരങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതെന്തിനാണ് അത്ര ടോപ്പിൽ കൊണ്ട് സൂക്ഷിക്കുന്നത്? ഈ നമ്മുടെ ഓരോ രാജ്യത്തും വ്യത്യാസമുണ്ട്, ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഈ പുല്ലിന്റെ കൂട്ടങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. ആ ജെർമിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അതിനെ തപിപ്പിക്കണം എന്നാണ്, ചൂടാക്കണം. അപ്പോൾ പണ്ട് ചൂടാക്കാനുള്ള മെത്തേഡും കൂൾ ചെയ്യാനുള്ള മെത്തേഡൊന്നും ഫ്രിഡ്ജും ഹീറ്ററും ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് അതിനെ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുക. ആ കൃത്യസമയത്ത് മാത്രമേ അതിനെ പഞ്ചഭൂതാത്മകമാക്കാൻ പറ്റുള്ളൂ എന്നാണ്. പ്രകൃതിയിലേക്ക് വിടുന്നതിന് മുമ്പ് അതിന്റെ പലതും തട്ടാതെ സൂക്ഷിച്ചു വെക്കണം. ചില സംഭവങ്ങളൊക്കെ പ്രകൃതിയിൽ സൂക്ഷിച്ചു വെക്കേണ്ട വിധത്തിലുണ്ട്. ഇപ്പൊ പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുതാകുമ്പോൾ പോലും ചക്കയുടെ കുരുവില്ലേ, ഞങ്ങൾ സ്ഥിരമായിട്ട്, ഇന്നൊക്കെയല്ലേ പരിപ്പൊക്കെ ഉള്ളൂ, ഞങ്ങൾക്ക് പരിപ്പൊക്കെ മേടിക്കാനുള്ള സാധ്യത കുറവായിരുന്നു. ഞാൻ വില്ലേജിലായിരുന്നു. പരിപ്പൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുക. പരിപ്പൊന്നും ഒരു സ്ഥിരം സാധനമല്ല, വീട്ടിലെ കണ്ടന്റ് അല്ല. സാമ്പാർ ഉണ്ടാക്കാൻ പരിപ്പൊന്നുമില്ല. അന്നൊക്കെ ചക്കക്കുരു മോളീഷ്യാണ്. ആ ചക്കക്കുരു ഉണ്ടാകുന്ന സീസണിൽ സൂക്ഷിച്ചു വെക്കും. ഏത് കൊല്ലത്തേക്ക്? 365 ദിവസത്തേക്ക്. ഒരു കൊല്ലത്തേക്ക്. ആ, എങ്ങനെ സൂക്ഷിക്കാന്നറിയോ? മണ്ണ് പിടിച്ചു വെക്കുക. നല്ല പശ മണ്ണില്ലേ നമ്മൾ ഈ കട്ടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, അത് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യും. അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ മുളക്കില്ല. ഫുൾ കവർ ചെയ്താൽ മുളക്കില്ല. അത് നട്ടാൽ മുളക്കും. ഫുൾ കവർ ചെയ്താൽ അത് ഇൻസുലേറ്റഡ് ആയി. അത് രണ്ടും ഒരേ പ്രോസസ് അല്ലേ സാർ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. നമ്മൾ സാധാരണ മണ്ണ് എന്ന് പറയുന്നത് അതിൽ വായു കിടക്കും ഇല്ലേ? അതിനെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് നല്ലപോലെ ലെയർ ആക്കി കഴിഞ്ഞാലോ കട്ട വരും. കട്ട വന്നു കഴിഞ്ഞാൽ പിന്നെ എയർ കയറില്ല. എയർ അതാണ് പഞ്ചഭൂതാത്മകം. പിന്നെ അതിൽ വെള്ളം വീഴുമ്പോഴേ മുളക്കുള്ളൂ. ഇത് വെള്ളം വീഴില്ല, നമ്മൾ ഉണക്കി സൂക്ഷിച്ചു വെക്കുക. ഇപ്പൊ എന്തൊക്കെ പ്രോസസ്സുകളാണെന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലേ? ഓരോന്നിനും ഏത് വിധത്തിൽ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവ്. നല്ല പോലെ വയറുവേദനയുണ്ട്, ലൂസ് മോഷനാണ്, എന്താ കൊടുക്കേണ്ടത്? പച്ചപ്പഴം. നമ്മുടെ നേന്ത്രപ്പഴം ഇല്ലേ, അത് നല്ലപോലെ മഞ്ഞളിൽ ഒന്ന് ആവിയിൽ പിടിപ്പിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഒന്ന് കഴിച്ചാൽ മിക്കവാറും ലൂസ് മോഷൻ നിൽക്കും. ഇവിടെ എല്ലാവരും കട്ടൻ ചായ ഓക്കെ. ഇനി അതേ പഴം തന്നെ പഴുത്താലോ? വയല് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായാലും നല്ല പഴം കഴിച്ചാൽ മതി. അപ്പൊ ഏത് പ്രായത്തിൽ ഉപയോഗിക്കണമെന്ന് പോലും മനുഷ്യന്മാര് എപ്പോഴോ പഠിച്ചു വെച്ചിരിക്കുന്നു അല്ലെ? ഫൈബറാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ അതേ വാഴയുടെ പിണ്ടിയാണ് കൊടുക്കേണ്ടത്. ഓരോ സംഭവങ്ങളും ഏത് ഭാഗം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എക്സ്പെരിമെന്റേഷൻ. നമ്മുടെ ആയുർവേദം ഫുൾ ഇൻറ്റ്യൂഷനാണെന്ന് നമ്മൾ പറയാം. പകുതി ഇൻറ്റ്യൂഷനാണ്, പകുതി ഇല്ലസ്ട്രേറ്റഡ് നോളജാണ്. കണ്ണിൽ അസുഖം വന്നാൽ ചിലപ്പോൾ ഉപയോഗിക്കുന്ന മരുന്ന് കേട്ടാൽ നമ്മൾ ഇത് ഏത് വിദ്വാനാണ് ഇത് ഗവേഷണം ചെയ്തതെന്നും അറിയില്ല. ഏതാ അറിയോ? 8 കാലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടില്ലേ, വല. അത് അതിന്റെ മരിച്ചു പോകുന്ന സമയത്ത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഭാഗം കാണാം ചിലയിടത്തൊക്കെ. അത് അരച്ചിട്ടുണ്ടാക്കുന്ന ചില മെഡിസിൻസ് ആണ് കണ്ണിൽ ഉറ്റിക്കേണ്ടത്.
ഇത് എക്സ്പെരിമെന്റൽ ആവുമോ? അല്ലാതെ അങ്ങനെയാണ് ലോകത്ത് എന്തൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണം ഒരാളുടെ കണ്ണിൽ ഇട്ടിച്ചിട്ട്. അല്ല അത് ആരായിരിക്കും ആദ്യമായിട്ടുണ്ട്? അത് ഇൻറ്റ്യൂഷനാണ്. നമ്മളിപ്പോൾ ഇൻറ്റ്യൂഷനാണ് പറയണേ. അത് വലിയൊരു ഇൻറ്റ്യൂഷനാണ് ഒരാളുടെ. അയാൾക്ക് ആ തോന്നൽ ഉണ്ടാവുമ്പോഴാണ് ഇത് നടക്കും. പക്ഷെ അതിൻ്റെ കൂടെ ധൈര്യവും, അതാ ഞാൻ പറഞ്ഞത്, എൻവയറോൺമെൻറ്റും കൂടി നന്നാവണം. അതിന് പറ്റിയിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോഴാണ് അയാളത് പുറത്തേക്ക് കൊണ്ടുവരിക. അതില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അത് കുഴിച്ചു മൂടും. അല്ല, ഇതൊരു പൊട്ടൻ ചിന്താഗതി അന്ന് അവൻ ചിന്തിച്ചായിരുന്നെങ്കിൽ, അല്ല ആരെയും ചിന്തിച്ചായിരുന്നെങ്കിൽ ചെയ്ത് നോക്കില്ല. ഇപ്പം നമ്മൾ മുറിവുണ്ടാവുന്ന സമയത്ത് നമ്മുടെ തെങ്ങില്ലേ, പുതിയ തെങ്ങിന്റെ നാമ്പ് വരുന്ന സമയത്ത് അതിനകത്തൊരു വൈറ്റ് പൂപ്പൽ ഉണ്ടാവും. ആ വൈറ്റ് പൂപ്പലാണ് ഞങ്ങളൊക്കെ മെഡിസിൻ വെച്ചിരുന്നത് ചെറുപ്പത്തിൽ. ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? ഈ പൂപ്പൽ വെച്ചാൽ മാറുന്നു. ആരോ ഒരാള് ഏതോ ഒരു കാലത്ത് തോന്നിയ ഒരു തോന്നലിൽ ചെയ്തത് പ്രാബല്യത്തിൽ വന്നതാണ്. അപ്പൊ പലപ്പോഴും ഇൻറ്റ്യൂഷൻ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചുറ്റുമുള്ള, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കപട ലോകത്തിൽ എന്നുടെ കാപട്യം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നെ സപ്പോർട്ടീവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ലാതിരുന്നാൽ ഞാനത് എക്സ്പെരിമെന്റ് ചെയ്യില്ല. അതും കൂടി ഉണ്ടാവുമ്പോൾ ഭാരതത്തിൽ നഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. നഷ്ടപ്പെടാൻ കാരണം എന്തിനാ ഇതൊക്കെ പറയണേ? ഒരാളും ഇല്ല കേൾക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ട് പറയില്ല. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയും ഇല്ലല്ലോ. ഇപ്പൊ ആരോ ഭഗവത്ഗീത പഠിപ്പിക്കാന്ന്, കേൾക്കാൻ ആരും കൊണ്ടായാൽ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഇത്രക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ചോദ്യം ഉണ്ടാവുമ്പോഴല്ലേ. ഭഗവത്ഗീത എഴുതിയത് എന്തിനാ? ആരാ എഴുതിയത്? വ്യാസനോ ആരോ എഴുതിയെന്ന് വിചാരിക്കാം. അതെ, ആരാ പറഞ്ഞത്? കൃഷ്ണനാണ് പറഞ്ഞത്. ഭഗവത്ഗീത കൃഷ്ണനാണോ പറഞ്ഞത്? കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചത് ആരാ? അർജുനന്റെ ചോദ്യങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അർജുനൻ ചോദിച്ചില്ലെങ്കിൽ കൃഷ്ണ പറയാൻ പറ്റുമോ? അർജുനന് സംശയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത്. അപ്പൊ ഭഗവത്ഗീതയുടെ കാരണക്കാരനായ അർജുനാണ്. ക്വസ്റ്റ് ഫോർ നോളജ്. ക്വസ്റ്റ് ആണ് എല്ലാ അറിവിന്റെയും തുടക്കം. നമുക്കിന്ന് ഇല്ലാതെ പോയത് ക്വസ്റ്റ് ആണ്. ശരിക്കും അറിവില്ലായ്മയ്ക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഉണ്ടാവണം എന്നാണല്ലോ, അല്ലെ? ജ്ഞാന തിമിരന്തസ്യ ജ്ഞാന അഞ്ജനശലാകയ ചക്ഷുരുന്മീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ്. ഏ ഗുരുവേ, ഞാൻ അങ്ങയെ നമിക്കുന്നു. ആരാണ് ഗുരു? അജ്ഞാന തിമിരന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിട്ടുള്ളവരാണ് കുറെ പേര്. എനിക്കറിയാന്നുള്ള ധാരണയാണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ ഒക്കെ താഴത്ത് വരുന്ന കമന്റ്സ് എന്ത് രസമായിട്ടുള്ള കമന്റ്സ് ആണ്. ഒരു വിവരമില്ല, അവർക്കറിയാം. അല്ല, വിവരമില്ല, അതെ, അവർക്കറിയാന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിട്ടുള്ളവരാണ് അവര്. ആ അജ്ഞാനമാകുന്ന തിമിരത്തെ ജ്ഞാനാഞ്ജനശലാകയ, ജ്ഞാനമാകുന്ന കാജൽ ഉപയോഗിച്ചിട്ട് കണ്ണെഴുതുമ്പോഴാണ് അവന് വിവരം വരിക എന്നാണ്. ആ കാജലിന് തിമിരം മാറ്റാനുള്ളൊരു കഴിവ് ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നുവെച്ചാൽ ഒരു കന്മഷി കൊണ്ട് തിമിരം മാറ്റാൻ പറ്റുന്ന ലോകമായിരുന്നു ഭാരതം. ഇന്ന് കാറ്ററാക്ട് സർജറി കൊണ്ടേ മാറുള്ളൂ, മരുന്നുറ്റിച്ചാലും മാറില്ല. അപ്പൊ ഒരു കാലം ഭാരതത്തിൽ എന്തൊക്കെ കഴിവുണ്ടായിരുന്നു? ആ കാജൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക്. അത് പ്രാബല്യത്തിൽ വരാതെ, സാഹചര്യങ്ങളില്ലാതെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, എട്ടുകാലിയുടെ മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാജൽ ഉണ്ടാക്കാൻ പലതും ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കുറേ കാലം കഴിഞ്ഞപ്പോൾ അറിവില്ലാതെ പോയി. ഇന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം IKS, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ IKS ഉപയോഗിക്കുന്നുണ്ട്. അത് തിരിച്ചു വരണം എന്ന് നിർബന്ധമായിട്ടും ഗവൺമെന്റ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കണം, ഈ ബോധമെങ്കിലും ഉണ്ടാക്കണം എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ മാർച്ച് 14-ാം തീയതി ഏത് ദിവസമാണെന്നറിയോ? പൈ ഡേ ആണ്. പൈ എന്ന നമ്പർ ഉണ്ടല്ലോ മാത്തമാറ്റിക്സിലെ, 2πr എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കംഫറൻസ് ഒക്കെ പറയില്ലേ, ആ പൈ എന്ന നമ്പറിന്റെ ഡേ എന്ന് പറയുന്ന ഒരു ഡേ തീരുമാനിച്ചിട്ടുണ്ട്. അത് 3.14 ആയതുകൊണ്ട് മാർച്ച് 14, 3.14 ആണല്ലോ, അതുകൊണ്ടാണ് മാർച്ച് 14. അത് കണ്ടുപിടിച്ചത് കൊച്ചിയിൽ നിന്ന് ഇത്രയും ദൂരമില്ല, ഇരിങ്ങാലക്കുടയിലെ സംഗമഗ്രാമ മാധവനാണ്. ഭാരതത്തിൽ എത്ര പേർക്കറിയാതെ? നമ്മുടെ നാട്ടുകാരനാണ് പൈയുടെ വാല്യൂ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ അറിയുക പോലും ഇല്ലല്ലോ. അയാൾക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഇൻറ്റ്യൂഷനും കുറേ എക്സ്പെരിമെന്റ്സും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എത്രയോ മഹാന്മാരുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ ഇൻറ്റ്യൂഷൻ വലിയൊരു സബ്ജക്റ്റാണ്. അവയൊന്നും നമ്മൾ എന്താന്ന് പറയില്ല, കൺഫ്യൂഷൻ അല്ല ഇൻറ്റ്യൂഷൻ. എക്സ്പീരിയൻസ് കൊണ്ട് ഇൻറ്റ്യൂഷന്റെ സ്കില്ല് കൂടും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രബലമാക്കാൻ സാധിക്കുന്ന സംഭവങ്ങളിൽ കുറേ ചെയ്യുന്ന സമയത്ത് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള പവർ കൂടി വരും. എല്ലാ റിസർച്ചേഴ്സിനും ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും.
ഇപ്പൊ അർജുനൻ കൃഷ്ണനോട് ചോദിച്ച പോലെ ഇപ്പൊ വേണമെങ്കിൽ ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കാം, ചോദ്യങ്ങളുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് പഠിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്. ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എത്രയോ കാലം മുമ്പ് അർജുനൻ കൃഷ്ണനോട് ചോദിച്ച കാര്യമാണ്. അർജുനൻ പ്രോംപ്റ്റ് എഞ്ചിനീയർ ആണ്. മിടുക്കനായ പ്രോംപ്റ്റ് എഞ്ചിനീയർ, മിടുക്കനായ പ്രോംപ്റ്റ് എഞ്ചിനീയർ ആണ്. ഏതൊരു രീതിയിലേക്ക് അത് വന്നതാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹം പറഞ്ഞത് നഷ്ടോ മോഹ സ്മൃതി ലബ്ധ്വാണ്. എൻ്റെ മോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, എൻ്റെ ഇല്യൂഷൻസ് ഒക്കെ പോയി. സ്മൃതി ലബ്ധ്വാ, എനിക്കിപ്പോ ഇൻറ്റ്യൂഷൻ വന്നു. തത് പ്രസാദാൻ മായ അച്യുത, അച്യുത നീയാണ് എനിക്ക്, നിന്റെ പ്രസാദം കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. മത് പ്രസാദ ഏ അച്യുത. അതുകൊണ്ട് സ്ഥിതോസ്മി ഗതസന്ദേഹ, ഇനി സന്ദേഹങ്ങളില്ലാതെ സംശയമില്ലാതെ ഞാൻ സ്ഥിരോത്സാഹിയായിട്ട് വളരെ സ്ഥായിയായി മച്ചുവറായിട്ട് ഗത ഞാൻ പോകാൻ പോവുകയാണ്. എന്തിനു? യുദ്ധത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കാര്യേഷ്യേ വചനം തവ, എന്താണോ എനിക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നുവല്ലോ, തരുമല്ലോ എന്നുള്ളൊരു ഉറപ്പ് പറയുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്, 73-ാമത്തെ ശ്ലോകം. തീരാറാവുമ്പോഴാണ് ബോധം വരുന്നത്. അപ്പൊ ഭഗവത്ഗീത എവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ അവസാനിച്ചു? ഓക്കെ, ആദ്യത്തെ അധ്യായത്തിന്റെ പേരെന്താ? അർജുന വിഷാദയോഗം. ഈ ഇല്യൂഷൻ ഉണ്ടാവുമ്പോൾ വിഷാദം ഉണ്ടാവുക, സങ്കടം ഉണ്ടാവുക. അവസാനത്തെ എന്താണ്? മോക്ഷ സന്യാസയോഗം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. സന്യാസം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ്. സംന്യസിക്കുന്ന ആളാണ് സന്യാസി. എനിക്കൊന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ മോക്ഷ സന്യാസത്തിലേക്ക് എത്തണമെങ്കിൽ ഇല്യൂഷനിൽ നിന്ന് എവിടത്തേക്ക് എത്തണം? ഇൻറ്റ്യൂഷനിലേക്ക് എത്തണം. അപ്പൊ സെൽഫിഷ്നെസ്സിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ എനിക്ക് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴാണ് മോക്ഷം. ഭഗവൻ തരുന്ന ഒരു അവസ്ഥയാണ് ഇൻറ്റ്യൂഷൻ. അത് റിയലൈസേഷനാണ്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം, എൻ്റെ തലയിൽ കുറച്ചൊരു വെളിച്ചം വേണം.